ആശാനോട് ഞാനൊന്നും പറയില്ല, ഒക്കെ നീ പറഞ്ഞോളാം. അതൊക്കെ നമ്മളേറ്റ്. ഇനി ബാധിച്ച കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങൾ കെട്ടുന്ന സമയത്ത് റെഡി ഉണ്ടായാൽ മതി. ഞങ്ങൾ കാരണന്മാർ ആലോചിച്ച് ചെയ്യും. കെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങൾ കാരണവന്മാർ ആലോചിച്ച് ചെയ്യും. ഒരെണ്ണം നന്നാണല്ലോ. അല്ല, നമ്മൾ ആശാന്റെ വീട്ടിൽ മുമ്പ് ഇത്ര ആൾ പിടിക്കുന്നു. നിനക്ക് ആള് വന്നിട്ടാ പോന്നെ? അല്ല, എന്താ അറിഞ്ഞില്ലേ? രാധ ഇന്നലെ രാത്രി വണ്ടിക്ക് തലവെച്ചു. രാവിലെയാണ് അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ആശാൻ അകത്തുണ്ട്. ആശാനെ അറിയിച്ചു. അറിയിക്കാണ്ടിരുന്നിട്ടുള്ള കാര്യം അറിഞ്ഞിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞു പോലുമില്ല. വന്നു കേൾക്ക, നിങ്ങൾ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ. ആശാൻ വരെ സമാധാനിപ്പിക്കുക. എന്റെ ശബ്ദം കേട്ടു, അപ്പൊ അറിഞ്ഞൂടല്ലേ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു. അമ്മേ ശകലം, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളില്ലാണ്ട് വിഷമിക്കായിരുന്നു ഞാൻ. രാമ, 12 നമുക്ക്. മഴ എപ്പോഴാ പൊഴിയാന്ന് പറയാൻ പറ്റില്ല. അവള് വരുമ്പോ മഴ വന്നായിരുന്നല്ലോ. ആശാൻ വാ, ആശാനകത്ത് പോയി കിടക്കും. ഞാൻ പോയി കിടന്നാൽ എങ്ങനെയാ? ആളോട് വരുമ്പോ മര്യാദ വർത്താനം പറയാൻ ഒരാൾ വേണ്ടേ? ഉടനെ എല്ലാം കഴിച്ചു തരും. ആശുപത്രിയിലേക്ക് പഞ്ചായത്ത് മെമ്പർ പോയിട്ടുണ്ട്. അവരുടനെ കഴിച്ചു തരും. എവിടെ ഡോക്ടർമാരല്ലേ, അവർക്ക് എന്ത് കിട്ടിയാലും കീറണം. അവളെ 10-15 കർഷകത്തെ കൊണ്ടുപോയിരിക്കുന്നത്. കീറാനൊന്നും ഇല്ല, എന്നാലും കീറണം. ആശാൻ ഇങ്ങനെ സംസാരിക്കാതിരിക്കാമോ? എനിക്കൊരു പേര്. എനിക്ക് ആള് കൊണ്ടുവരാ. എന്തിന്? അവനല്ലേ ഇത് കാണുന്നത്. അവൻ ഈ കാഴ്ച കാണണം. നമ്മളൊന്നുമല്ല, അവനാണ് കാണുന്നത്. ആ തെണ്ടി അവള് നമ്മളിന്ന് പലതും മറച്ചു വെച്ചണം. എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കടുകൈ ചെയ്യേണ്ടി വരില്ല. ശാന്തിയില്ലാത്ത കുട്ടിയെ വളർത്താനും ഞാൻ തയ്യാറായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആശാനെ. മനസ്സിലാക്കി തരാം. മനസ്സിലാക്ക. പ്രിയപ്പെട്ട അച്ഛ, പാപിയായ ഈ മോളോട് പൊറുക്കണം. അച്ഛൻ വേഗം മരിക്കണമെന്ന് പ്രാർത്ഥിച്ച മോളാണ് ഞാൻ. എന്റെ പ്രാർത്ഥന നടന്നിരുന്നെങ്കിൽ അച്ഛൻ ഇത്ര ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പോൾ അച്ഛന്റെ എല്ലാ മാനാഭിമാനങ്ങളും തകർത്തുകൊണ്ടാണ് ഈ മകൾ പോകുന്നത്. സ്നേഹിച്ച പുരുഷന് മനസ്സും ശരീരവും കൊടുത്ത വിട്ടിയാണ് ഞാൻ. അയാൾ എത്ര നിഷേധിച്ചാലും ഒടുവിൽ എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ ആശിച്ചിരുന്നു. കാരണം അയാളുടെ കുഞ്ഞ് എന്നിൽ വളരുന്ന വിവരം അയാൾക്കറിയാം. ഇത്ര നാൾ ആരെയും അറിയിക്കാതെ കഴിഞ്ഞു. ഇനി അതിന് കഴിയില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിന്റെ മുത്തച്ഛനാകാൻ ഞാൻ അനുവദിക്കില്ല. എന്നോട് പുറത്ത് മാപ്പ് തരണം. രാധ. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം.
ഓടരുത്. ഓടിയ 10 അഴിമ നിൽക്കില്ല. അതിനുകൊണ്ട് പിന്നെ പിടിച്ചിരിക്കും. ഓർമ്മയുണ്ടോ ഇത്? അലറി വിളിച്ചാൽ പോലും ഒരു കുഞ്ഞും കേൾക്കില്ല. അവൻ നിന്നെ കെട്ടാൻ പോകുന്നൊരു വാർത്ത കേട്ടു. ശരിയാണോ? അതെ, നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ എന്ന് വിടണം. വിടാ, ധൃതി പിടിക്കരുത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചൊന്നും അറിയണ്ടേ? അവൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം. എല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നാണെന്നറിയോ? അതും അറിയാം. എന്നോടെല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വമല്ലല്ലോ, അപകടമല്ലേ? അത് ആർക്കും പറ്റും. പക്ഷേ പെടഞ്ഞു മരിക്കാൻ പോണവന്റെ പണം മോഷ്ടിക്കില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ എല്ലാം വിളമ്പി. ധൃതി പിടിക്കല്ലേ? കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോകില്ലേ? നല്ല കാര്യം. പക്ഷെ എനിക്ക് നിരാശപ്പെടാൻ പറ്റില്ലല്ലോ. വഴി മാറുന്നുണ്ടോ? കുഞ്ഞാലി, നീ മുറിയിലോട്ട് നടന്നു. ഞാനിവിടെ കയറി വിവരം പറയാൻ വരാം. പോയി ശ്രീധര, എല്ലാം തകർന്നു പോയി. എന്താ മാനെ? എന്റെ സീതയുടെ ജീവിതം നശിച്ചു പോയി. അറ്റൻഡി അവളവളെ മാനം കെടുത്തിയടാ. ആര്? തെളിച്ചു പറ. അതെനി എനിക്ക് കാണണ്ട, എനിക്കാരും കാണണ്ട. എന്തൊക്കെയായാലും നിന്നെ കാണാതിരിക്കാൻ, നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല സീതേ. വേണ്ട, ഞാൻ ചീത്തയായിപ്പോയി. ഇനി ഞാൻ വരില്ല ശ്രീധരേട്ട. നീ ചീത്തയായിട്ടില്ല. ഞാൻ വിളിച്ചാൽ നീ വരും. വരണം.